ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തു. വിവിധ ലോക രാജ്യങ്ങൾ ഇതിനു വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ചർച്ച നടത്തി. അപ്പൊ ഇന്ന് ജൂൺ 1 ജൂൺ 1 മുതൽ നമ്മുടെ രാജ്യത്ത് സുപ്രധാനമായിട്ടുള്ള പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഇതിൽ നമ്മളെ ബാധിക്കുന്ന, അതായത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പെട്രോൾ വില വർധനവും പിന്നെ LPG വില വർധനവുമാണ്. പക്ഷെ ഇതിൽ വേറൊരു വാർത്ത കേൾക്കുന്നത് ഇന്ന് മുതൽ LPG കണക്ഷനുകൾ കട്ട് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അതായത് PNG കണക്ഷൻ ഉള്ളവരുടെ, ഇത് രണ്ടുമുള്ളവരുടെ LPG കണക്ഷൻ കട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് കർശനമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ഇന്ന് മുതൽ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അവർ സറണ്ടർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്യും, ഫോഴ്സ്ഫുള്ളി കട്ട് ചെയ്യും എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന വാർത്ത ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കുവൈറ്റിന് നേരെയാണ് അപ്രതീക്ഷിതമായിട്ട് ഇറാൻ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൽ കുവൈറ്റിനെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇവർ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. സംഭവം ഇന്ന് രാവിലെയാണ് നടത്തിയത്. കുവൈറ്റ് സുരക്ഷാ ഏജൻസികൾ ഈ മുന്നണി ഏറ്റെടുക്കുകയും പ്രതികാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. കുവൈറ്റ് ന്യൂസ് ഏജൻസി കുന ഇതാണ് ഈ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്ന വാർത്താ ഏജൻസി. ആക്രമണം രാജ്യമെമ്പാടും യുദ്ധസൈറനുകൾ മുഴങ്ങാൻ കാരണമായതും ആളുകൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പലായനം ചെയ്തു എന്നും ഈ റിപ്പോർട്ടിംഗ് ഏജൻസി പറയുന്നുണ്ട്. ശത്രു മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെടിവെച്ചിട്ടു എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സൈന്യം വലിയൊരു തിരിച്ചടി ഇതിന് കൊടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാനിൽ ഇതേ തുടർന്ന് ഒരു സൈനിക ആക്രമണം വീണ്ടും അമേരിക്കൻ സൈന്യം നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ പറഞ്ഞ ഒരു അമേരിക്കൻ MQ-1 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതായിട്ടാണ് സെൻകോം അറിയിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയായി സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി US ഇറാനിൽ പരിമിതമായിട്ടുള്ള വ്യോമാക്രമണമാണ് അവർ നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയ്ക്കും ഇടയിൽ നടത്തിയ ഈ ആക്രമണത്തിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനും 2 വൺ-വേ അറ്റാക്ക് ഡ്രോണുകളും നശിപ്പിച്ചു. ഇറാനിലെ ഗുരു പ്രദേശത്തും ഖേഷം ദ്വീപിലും സ്ഥിതി ചെയ്യുന്ന റഡാറുകളിലും ഡ്രോൺ കമാൻഡ് സെന്ററുകളും ഇവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വേറൊരു കാര്യം, അതായത് ഈ ആക്രമണം വീണ്ടും കനക്കുമ്പോൾ അത് ഇസ്രായേൽ മുതലെടുക്കുന്നുണ്ട്. ഇസ്രായേൽ ലെബനനിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. 26 വർഷത്തിന് ശേഷം ആദ്യമായി ലെബനനിലേക്ക് അവർ ഒരുപാട് കടന്നു കയറി. ലെബനന്റെ ഒരുപാട് ഭാഗങ്ങൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു. അവർ കരയിലൂടെയാണ് കടന്നു കയറിയിരിക്കുന്നത്. ബ്യൂഫോർട്ട് കൊട്ടാരം 26 വർഷത്തിന് ശേഷം ലെബനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വെടിനിർത്തൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജർമ്മനിയും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ, അതായത് ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമാനമായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് ആ സമയത്ത് ജർമ്മനി മുന്നിലേക്ക് കയറി വരുമ്പോൾ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. ഈ മഞ്ഞുവീഴ്ചയിൽ ജർമ്മൻ ടാങ്കറുകളും ജർമ്മനിയുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും എല്ലാം തന്നെ പ്രവർത്തന രഹിതമാകുന്നു. ഈ സമയത്ത് ഹിറ്റ്ലർ അവരോട് പറയുന്നു, നിങ്ങൾ പിന്നിലേക്ക് വരരുത്, അവസാന ശ്വാസം വരെ അവിടെ നിന്ന് മരിച്ചാലും പിന്നിലേക്ക് വരുന്നത്, കാരണം ഇതൊരു ഈഗോ പ്രശ്നമാണ്. എന്റെ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരടി പിന്നിലേക്ക് വന്നാൽ പോലും അത് എന്നെ നാണം കെടുത്തതിന് തുല്യമാണെന്ന് അവർ പറയുന്നു. പക്ഷെ ഇവർക്ക് ഈ അന്നൊരു വെടിനിർത്തലല്ല, അന്ന് ഈ ആക്രമണ സാമഗ്രികളൊന്നും പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ഒരാഴ്ചത്തേക്ക് ഒരു സമയം മോസ്കോയ്ക്ക് കിട്ടുകയുണ്ടായി. അപ്പൊ ആ കിട്ടിയ സമയം മോസ്കോ നന്നായി ഉപയോഗിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ഈ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ സമയത്ത് ഇത്രയും സമയം ഇറാന് ലഭിച്ചിട്ടുണ്ട്. ഇറാൻ സമഗ്രമായിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നതെന്ന് പശ്ചിമേഷ്യൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മീഡിയാസും പറയുന്നുണ്ട്. പോരാത്തതിന് ഇതിന് പിന്നിൽ റഷ്യയുമുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ആക്രമണം നമ്മൾ പഴയത് കണ്ടതുപോലെ ആകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റീസ്റ്റാർട്ട് ചെയ്തോ, സമാധാന ചർച്ചകളൊക്കെ പാളിപ്പോയോ, ഇനി വീണ്ടും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികൾ ഈ വലിയ രീതിയിലുള്ള വിഷമത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭീതിയിൽ കഴിയേണ്ട ഒരു അവസ്ഥയാണോ സംജാതമാകുന്നത് പഴയതിനെക്കാട്ടിലും കൂടുതൽ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം, ഇതിലല്ല നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഈ സമാന വാർത്ത കൊടുത്തതാണ്. ഈ ട്രംപ് ചെയ്ത അബദ്ധം എന്നുള്ള രീതിയിൽ ട്രംപ് കൊടുത്ത അബദ്ധം ഇറാൻ മുതലെടുത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ തമ്പ് തന്നെ ആ വാർത്തയുടെ. എനിക്ക് തോന്നുന്നു 1.5 ആഴ്ചയായിട്ടുണ്ടാവും. 2 തവണ ചെയ്തു. അതിൽ നമ്മൾ സവിസ്തരം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ട്രംപ് ചെയ്തൊരു അബദ്ധമാണോ ഈ വെടിനിർത്തൽ? കാരണം അദ്ദേഹം ഏപ്രിൽ മുതൽ വെടിനിർത്തൽ പറഞ്ഞു. അത് ഇറാന് വീണ്ടും സജ്ജമാകാനുള്ള അവസ്ഥ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്തയുണ്ട്, ഒരു അഭ്യൂഹമാണത്. അത് ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ രാജിവെക്കുന്നു എന്നൊരു വാർത്തയാണ്. ഇത് നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കുറച്ചു നാൾക്ക് മുമ്പ് നമ്മളടക്കം എല്ലാവരും വാർത്ത ചെയ്തിരുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. ഖമേനി ഭരണകൂടം പോയാൽ IRGC പിടിമുറുക്കും, അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് പിടിമുറുക്കും. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം വളരെ കെട്ടുറപ്പുള്ള ഒരു സൈന്യമാണെങ്കിൽ കൂടി
ഖമേനി ഇരുന്ന സമയത്ത് ഇവർ ഈ അവിടുത്തെ സൈനികരെല്ലാം തന്നെ അത്യാഡംബരപൂർവ്വം ഇരുന്നവരാണ്. അത്യാവശ്യം നല്ല പേയ്മെന്റും എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും, കൊല്ലാനോ തിന്നാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യവും, അങ്ങനെ ആർഭാടപൂർവ്വം ജീവിച്ചിരുന്ന ഒരു സൈനികമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി അവിടെ ഒരു ഭരണമാറ്റം എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ ഭരണത്തിന്റെ എല്ലാ സുഖലോലുപതയിലും കഴിഞ്ഞൊരു സൈന്യമായതുകൊണ്ട് തന്നെ അവർ ഒരു സൈന്യമായിട്ട് ഈ ഒരു അവസരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അവര് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ശക്തമായി ഭരണ നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ പെഷസ്കിയാൻ രാജിവെക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ പട്ടാളം ഒരുപക്ഷെ ഭരണം പിടിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ പട്ടാളത്തിന്റെ അണ്ടറിലേക്ക് ഭരണം പോയിട്ടുണ്ടാകാം. കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് നമ്മളും വാർത്ത ചെയ്തിട്ടുള്ളതാണ്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ഇറാന്റെ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് പട്ടാളത്തിന്റെ കയ്യിലേക്ക് ഭരണം പോയിട്ട് കുറച്ചു നാളുകളായി. അതുകൊണ്ടാണ് തന്നെയാണ് ഈ സമാധാന ചർച്ചകൾ എങ്ങും എത്താത്തത്. എന്തുകൊണ്ടാണ് ശ്രീ മുനീറിന് ഇറാനിൽ പോകേണ്ടി വന്നത്? ഇറാനിലുള്ള ഈ സൈന്യത്തിന്റെ കമാൻഡർമാരുമായിട്ട് മുനീറിന് നല്ല ബന്ധമുണ്ട്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ, ചർച്ച നടക്കുമോ എന്നറിയാനാണ് മുനീർ പോയത്. സാധാരണ സമാധാന ചർച്ചയ്ക്ക് സേനാ മേധാവി പോകേണ്ട ആവശ്യമില്ലല്ലോ, ഭരണാധികാരികൾ പോയാൽ പോരെ. നമ്മുടെ ഈ അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോയിരുന്നു അവിടെ, അദ്ദേഹം പോയതിന് പിന്നാലെ മുനീറും പോയി. മുനീർ പോയത് അവിടുത്തെ കമാൻഡ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ലോകത്ത് എവിടെയെങ്കിലും യുദ്ധമുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ വാക്കുകളും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അറിയാം. കാരണം ഈ ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. നോർവേയിൽ വെച്ച് അദ്ദേഹം കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞു, ഈ ഒരു പതിറ്റാണ്ട് സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നമ്മൾ വാച്ച് ചെയ്യാമെങ്കിൽ എന്താണ് ഇനി അടുത്ത നീക്കം എന്ന് അറിയാൻ പറ്റും. ഞാൻ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ധനുഷ് ഓർമ്മയുണ്ടാകും. ഞാനൊരു പെറ്റ് ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി, നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ദിവസം കണ്ടപ്പോൾ അതിന് 2 ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യില് ഈ ആഫ്രിക്കൻ തത്തകളുണ്ടല്ലോ, സംസാരിക്കുന്നതൊക്കെ വലിയ പഞ്ചവർണ്ണ തത്ത, ആ തത്ത എടുത്തു വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓമനിക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾക്ക് സെയിലൊക്കെ കൂടുമല്ലോ, പുള്ളി ഇങ്ങനെ പരസ്യം ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഈ തത്തകളെയൊക്കെ എടുത്ത് വെച്ചിട്ടെന്ന് പറഞ്ഞു. എവിടെയോ പോയിട്ടാണ് എടുത്ത് വെച്ചത്. അപ്പൊ ആ പെറ്റ് ഷോപ്പ് ഉടമ എന്നോട് പറയാൻ എന്താ അറിയാ, എന്റെ പൊന്നു സുഹൃത്തെ, എന്തോ ഒരു വലിയ പണി വരുന്നുണ്ട്, അങ്ങേര് അതെടുത്ത് കൈ വെച്ചെങ്കിൽ ഒരു പണി വരുന്നുണ്ട് ഉടനെ. കറക്റ്റ് ആയിരുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം സർക്കുലർ വന്നു. അതായത് ഈ പെറ്റ് ഷോപ്പിലുള്ള പെറ്റുകൾ, പ്രത്യേകിച്ച് ഈ തത്തകളും അങ്ങനെയുള്ള പക്ഷികൾക്ക് DNA ടെസ്റ്റ് നടത്തണം, ലൈസൻസ് എടുക്കണം, ഒപ്പം തന്നെ കാലിലൊരു വളയമിടണം. അതായത് ലീഗലി അവരെ രജിസ്റ്റർ ചെയ്യണം, അവരുടെ സെൻസസും കാര്യങ്ങളും എടുക്കണം. അപ്പം നമ്മളെക്കാൾ എത്രയോ അധികം സാധാരണപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ട്. ആ പെറ്റ് ഷോപ്പ് ഉടമ പറഞ്ഞ കാര്യമാണ്, എന്തോ ഒരു പണി വരുന്നുണ്ട്. പുള്ളി അത് കയ്യിലെടുത്ത് വെച്ച് വെറുതെ എടുത്ത് വെക്കത്തില്ല, ഒരെണ്ണം വരുന്നുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് ദൈവം തമ്പുരാൻ അറിയാന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ പണിയും വന്നു. ഇത് തന്നെയാണ് ഇദ്ദേഹം ഈ പെട്രോൾ ഡീസലിന്റെ വില വർധനവിനെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു 3-4 മാസമായിട്ട് നമ്മുടെ നിതിൻ ഗഡ്കരി പോകുന്നിടത്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറണം, ഇതിന്റെ കാലം കഴിഞ്ഞു, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സൂചന തരുന്നുണ്ട്. ഒരിക്കലും യുദ്ധം ഉണ്ടാകുന്നത് പാനിക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പം യുദ്ധത്തിന് നേരിട്ടുള്ള കെടുതികൾ നമുക്കില്ലെങ്കിലും അതിന്റെ മറ്റുള്ള ഇമ്പാക്റ്റുകൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവിടുത്തെ ഭരണം ഏറ്റുപിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഈ ട്രംപ് കൊടുത്ത ഈ വെടിനിർത്തൽ, 60 ദിവസത്തിന് മേൽ കൊടുത്ത ഈ വെടിനിർത്തൽ മൂലം ഈ ഇറാൻ വളരെ വേഗം വില കുറഞ്ഞ ഡ്രോണുകൾ അധികമായി നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു നമ്മൾ അടക്കം കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയുടെ പ്രധാന കണ്ടന്റ്. പിന്നെ അവരുടെ മിസൈൽ ശേഖരത്തിന്റെ പകുതിയിൽ കൂടുതലും അവർ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ചൈനയാണ് ഇവർക്ക് ഈ തോളിൽ വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന, വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ F-16 അതുപോലെ തന്നെ ഇന്നലെ MQ-1 ഒക്കെ അടിച്ചിടുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്, വലിയ രീതിയിൽ തന്നെ പോകും. കാരണം ഇവിടെ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളടക്കമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. കാരണം ഇതുവരെ നമ്മൾ ഹോർമൂസിൽ നിന്നൊക്കെ ഞെക്കിയും ഞെരുങ്ങിയും കാലുപിടിച്ചും കൈപിടിച്ചും ഒക്കെ നമ്മുടെ ഷിപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ ഇനി അത് ഏകദേശം ബ്ലോക്ക് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. നമ്മൾ പിന്നെ കുറച്ചെങ്കിലും ഷിപ്പ് എത്തിച്ചു. നമ്മുടെ 13 ഷിപ്പ് കൂടെ ഇനി എത്തിക്കാനുള്ളൂ. അതിലൊന്നൊരു ക്രൂഡ് ഓയിലാണ്, ബാക്കിയുള്ളത് LNG LPG ടാങ്കറുകളാണ്. അത് മാത്രമേ നമുക്കിനി എത്തിക്കാനായിട്ടുള്ളൂ. അപ്പം അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷിപ്പുകളൊന്നും അവിടെ ഇല്ല. പക്ഷെ പല രാജ്യങ്ങളിലും ഷിപ്പുകൾ അവിടെ ഉണ്ട്, പുറത്ത് കടക്കാൻ കഴിയാത്ത ഷിപ്പുകൾ അവിടെ ഉണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ ഷിപ്പുകൾ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം കൂടി ഇവിടെയുണ്ട്. അതായത് വലിയ ഊർജ്ജ പ്രതിസന്ധിയെ ലോകം നേരിടാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു രാജ്യവും ഊർജ്ജ പ്രതിസന്ധി അല്ല ശ്രദ്ധിക്കുന്നത്. പകരം അവരെല്ലാം ഒരു സംഘർഷത്തെ മുന്നിൽ കാണുന്നു. ഏത് നിമിഷവും ഒരു അടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഏത് നിമിഷവും ഒരു യുദ്ധത്തെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ്
ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടങ്ങി, പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഈ ഗൾഫിലുള്ള 1-2 സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. സ്ഥിരീകരണമല്ല, സുഹൃത്തുക്കൾ പറഞ്ഞ വിവരങ്ങളാണ്. അതിനകത്ത് 2-3 മാസമായിട്ട് സാലറി കിട്ടാത്തവരുണ്ട് പ്രവാസികൾ. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സാലറി അവർക്ക് കിട്ടിയിട്ടില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അതായത് അവർക്ക് ജോലിയുണ്ട്, ഇവർക്ക് പോയിട്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു സുഹൃത്ത് ഈ ബഹറിലോ മറ്റോ ആണ്, അദ്ദേഹം അതിന്റെ ഹെഡ് ഓഫീസ്. ഈ സുഹൃത്ത് ഉള്ളത് ബഹറിലാണ്. അപ്പൊ ആ പുള്ളി അവിടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന് ഈ അമേരിക്കൻ ഈ എന്താണ് താവളത്തിന്റെ വ്യോമത്താവളം ഉണ്ടല്ലോ, അവരുടെ സൈനിക താവളം, അതിനോടനുബന്ധിച്ച പണിയാണ് അവരുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കമ്പനിയിൽ ആ പണി നടക്കുന്നില്ല. അതടക്കം ഒരുപാട് ഈ ഓയിൽ പൂൾസിലായാലും റിഫൈനറി ആയാലും ഒക്കെ ജോലി ഇല്ലാത്ത കുറെ പേരുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞ വിവരം. അതിന്റെ ഒരു സ്ഥിരീകരണം നമ്മൾ വന്നിട്ടില്ല, മാധ്യമ വാർത്തകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം പേഴ്സണലി നമ്മുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് വലിയ ബുദ്ധിമുട്ടാണ്, നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വലിയ രീതിയിൽ ഊർജ്ജ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തടക്കം അത് വലിയ രീതിയിൽ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കം. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ലോകത്തെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഒരു കോവിഡ് പോലത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നതെന്ന്. കാരണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന അടി ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അത് വളരെ വേഗം അത് വൈഡായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ്. കാരണം ഒരു കണ്ടിന്യൂസ് യുദ്ധമല്ല ഞാൻ പറഞ്ഞത്. പണ്ടും ഞാൻ പറയാറുണ്ട്, ഈ കൊണ്ടും കൊടുത്തും ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു ഇതാണ്. കാരണം ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ലെബനന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ട് അടക്കം പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൽ വലിയ രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. റഷ്യ ഇപ്പോൾ ഇന്ന് ഉക്രൈൻ വലിയ രീതിയിലൊരു ആക്രമണം റഷ്യക്ക് നേരെ നടത്തിയിട്ടുണ്ട്. 300 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് റഷ്യ ആക്രമിച്ചിരിക്കുന്നത്. അതിലൊരു തിരിച്ചടി എന്തായാലും ഉണ്ടാകും. ആ യുദ്ധം കനക്കുകയാണെങ്കിൽ റഷ്യയുടെ മിസൈലുകൾ ഇനിയിപ്പോ ഉക്രൈന് നേർക്കായിരിക്കില്ല. ഒരുപക്ഷെ പോളണ്ടോ നോർവേയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ജർമ്മനിയിലോ ഫ്രാൻസിലോ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് പോകും. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടെ ആയിരുന്നു അവർ ഒറേഷ്വിക് മിസൈൽ കഴിഞ്ഞ ദിവസം പിന്നെ ഉക്രൈനിൽ അവർ വിക്ഷേപിച്ചിരുന്നു. അതൊരു സൂചനയാണ് എന്നാണ് ഈ അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഇത് ഉക്രൈന് കൊടുത്ത സൂചനയൊന്നും അല്ല. ഇത് കൃത്യമായി തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾക്ക് റഷ്യ കൊടുത്തിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ഇത് ഞങ്ങളുടെ ഉണ്ട്, ഇത് സജ്ജമാണ്, അല്ലാതെ ഞങ്ങളിത് പരീക്ഷണത്തിനോ ചുമ്മാതോ പറയുന്നത്, സജ്ജമാണ്, ഏത് നിമിഷം എങ്ങോട്ടെങ്കിലുമൊക്കെ വരാം എന്നുള്ളതാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ 2 കാര്യമുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഇതൊരു പിടിവള്ളിയാണ്. ഈ പിടിവള്ളിയിൽ അവർ പരാജയപ്പെട്ടാൽ പിന്നെ പരാജയം. കാരണം ഈ ഒരു സമയത്ത് ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും തലയൂരുക എന്നുള്ളതാണ്. ഈ സമയത്ത് മാക്സിമം ട്രംപിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇവരുടെ കുറച്ചെങ്കിലും ഡിമാൻഡുകൾ അംഗീകരിപ്പിക്കുക. അതാണ് ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ അമേരിക്ക ഇറാന് കൊടുക്കുന്ന പ്രഷറായിരുന്നു. ഈ പ്രഷർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു റിവേഴ്സ് പ്രഷർ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ കാണുന്നത് റിവേഴ്സ് പ്രഷറാണ്. അതായത് ഒരു സൈഡിൽ ഇങ്ങനെ അമേരിക്ക പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഇപ്പൊ തീർക്കും മറച്ച് ചെയ്യുമെന്നൊക്കെ പറയും. ഇപ്പോൾ ഇറാൻ പതുക്കെ ചെയ്യുന്നത് റിവേഴ്സ് പ്രഷറാണ്. അതായത് ഞങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് ഉദ്ദേശിക്കുന്നു. ഇവിടെ ഇറാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ചാൻസാണ്. ഇവിടെ അവരൊരു സമാധാന ചർച്ചയിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ പിടിച്ചു വച്ചിരിക്കുന്ന $120 ബില്യൺ ഉണ്ട് വിവിധ രാജ്യങ്ങളിലൊക്കെ, ആ ആസ്തി നിങ്ങൾ റിലീസ് ചെയ്യണം, ഒപ്പം തന്നെ ഞങ്ങളുടെ ഉപരോധം നീക്കണം എന്നുള്ളത് അവരുടെ ഡിമാൻഡാണ്. അവരുടെ മെയിൻ ഡിമാൻഡ് അതാണ്. ആ ഡിമാൻഡ് ഇപ്പൊ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ഇനി ജീവിതത്തിൽ അംഗീകരിക്കാനേ പോകുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. കാരണം ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് അയണമല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടും ഭയങ്കര തർക്കത്തിൽ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്യാൻ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഇളവെങ്കിലും ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇറാൻ നിൽക്കുന്നത്. കാരണം ഇറാൻ ഇതിന് 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ പറ്റില്ല. ട്രംപിന് വേണേൽ നാളെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാം, പുള്ളിക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ച് പിടിവള്ളിയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഡിമാൻഡ്, അവർ പറയുന്നുണ്ട് പകുതി വേണ്ട, പകുതി സ്വത്തുക്കൾ വേണ്ട, കാൽഭാഗമെങ്കിൽ $12 ബില്യൺ അവർ ഖത്തറിൽ അവരുടെ ആസ്തിയുണ്ട്, അത് $12 ബില്യൺ. അതെങ്കിലും വിട്ടു തരാനാണ് അവർ പറയുന്നത്.